നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഖത്തർ 2023 എക്സ്പോയിലാണ്. ഇത് ഒരു കാർഷിക വിപണി മേഖലയും അതുപോലെ തന്നെ കാർഷിക മേഖലയെ സ്നേഹിക്കുന്നവർക്കും വളരെയധികം പ്രോത്സാഹനം നൽകുന്നതാണ് ഈ ഒരു എക്സിബിഷൻ. നമ്മൾ ഈ കാണുന്നത് GCC ഗൾഫ് രാഷ്ട്രങ്ങളുടെ പവലിയനാണ്. അവരുടെ കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള രാജാക്കന്മാരുടെയും അവരുടെയൊക്കെ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ഒരു പവലിയനാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് മെയിൻ എൻട്രൻസിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു എക്സിബിഷനിലെ ഈ എക്സ്പോയിൽ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കാഴ്ചകളാണ് ഈ ഒരു എക്സ്പോയിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ അവരുടെ കാർഷിക മേഖലയും അതുമായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ ഈ ഒരു എക്സിബിഷനിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ കാണുന്ന UAE പവലിയൻ്റെ ഒരു ഭാഗമാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചത് കാർഷിക ഉൽപ്പന്നങ്ങൾ അത് എത്രത്തോളമാണ് അതിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അത് എത്രത്തോളം സംരക്ഷിച്ച് നിർത്തണം എന്നതൊക്കെ നമുക്ക് ഈ ഒരു പവലിയനിൽ കാണാൻ സാധിച്ചു. അതിന് പ്രത്യേക പരിചരണവും അതുപോലെ തന്നെ പ്രത്യേക കാര്യക്ഷമത നൽകിക്കൊണ്ട് ആ ഒരു ഉൽപ്പന്നത്തെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഇത് കുവൈത്ത് പവലിയനാണ്. കുവൈത്തിൻ്റെ സാംസ്കാരിക നാഗരികതയും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അത് വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് ഓരോ മേഖലകളാക്കിയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കാർഷിക മേഖലയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുക എന്നതും കൂടിയാണ് ഈ ഒരു ഖത്തർ 2023 എക്സ്പോയെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു എക്സ്പോക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ട് പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ മറ്റു ഒരുപാട് ആക്ടിവിറ്റീസ് സന്ദർശകർക്ക് ഈ ഒരു എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്കൊക്കെ എത്രത്തോളം അതൊരു എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നത് കാണിക്കുന്നുണ്ട് ഇവിടെ. കുവൈത്തിൻ്റെ പവലിയനിലാണ് ഇപ്പോൾ. പാകിസ്ഥാൻ അവരുടെ പവലിയനിലേക്കുള്ള ആ ഒരു വഴി പ്രത്യേകം ആകർഷണീയമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയും ഭാഗം അവർ കാർഷിക മേഖലയും അതുപോലെ തന്നെ അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളും പ്രത്യേക സ്റ്റാളുകളാക്കി തിരിച്ച് അവിടെ അത് വിപണന സാധ്യത ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു എക്സ്പോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഗണ്യമായ രീതിയിൽ തന്നെ അവിടെ ഒരു വിപണന സാധ്യത അവർ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. GCC രാഷ്ട്രങ്ങളുടെ മെയിൻ ഓഫീസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതായത് മെയിൻ എൻട്രൻസിലാണ് ഇത് വളരെയധികം ഭംഗിയാർന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് ഈ എക്സ്പോ നടക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ പ്രത്യേക ഭാഗങ്ങളാക്കി തിരിച്ച് നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു GCC അവരുടെ ഓഫീസിൻ്റെ മെയിൻ ഓഫീസിൻ്റെ മുകളിൽ നിന്നും നമുക്ക് വ്യക്തമായ രീതിയിൽ തന്നെ അത് കാണാൻ സാധിക്കും. ഈ ഒരു എക്സ്പോയിലേക്ക് വരുന്ന പാതയോരങ്ങൾ വളരെയധികം ഭംഗിയാർന്ന രീതിയിൽ മാലകൾ കൊണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുള്ള ആ ഒരു മാലകൾ കൊണ്ട് വളരെയധികം ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗുകളും ഡിസൈൻ ചെയ്തിട്ട് അത് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. സന്ദർശകർക്ക് ഒട്ടും മുഷിപ്പില്ലാതിരിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ കലാകാരന്മാർ അത് എത്രത്തോളം വരുന്ന സന്ദർശകർക്ക് ഒരു ആസ്വാദനം നൽകാൻ സാധിക്കും. ഖത്തർ എന്ന രാജ്യത്തിൻ്റെ സാംസ്കാരിക
നാഗരികത വിളിച്ചോതുന്ന പവലിയനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഫുൾ 3D സിസ്റ്റത്തിലാണ് സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. എത്ര മനോഹരമായ രീതിയിലാണ് തങ്ങളുടെ പവലിയനെ സജ്ജീകരിച്ചതെന്നാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ. ഖത്തറിൽ വളരുന്ന കാർഷിക വിഭവങ്ങളും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പാദനവും എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു പവലിയനാണ്. എനർജി ഉൽപ്പാദനത്തിൻ്റെ ഒരു മിനിയേച്ചർ രീതിയാണ് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഷിക മേഖലയും എത്രത്തോളം തങ്ങൾ പരിപോഷിപ്പിക്കുന്നു എന്നതിൻ്റെയും ഒരു നേർചിത്രം നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഖത്തറിൻ്റെ പ്രാചീന കാലങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അഗ്രികൾച്ചറൽ എക്സ്പോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അൽബിദ പാർക്ക് ഓരോ രാജ്യത്തു നിന്നുമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നുള്ള തെങ്ങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള തെങ്ങുകൾ അവരുടെ എത്രത്തോളം കാലാവസ്ഥ അനുസരിച്ചുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഇവിടെ അൽവിദ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ എക്സ്പോ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ഉൽപ്പന്നങ്ങളാണ്, അവരുടെ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. കൂടുതലായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ ഫ്ലാറ്റ് ലൈഫിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണോ പരിചരിക്കേണ്ടത്, അതും ഇവിടെ ഭംഗിയാർന്ന രീതിയിൽ തന്നെ സജ്ജീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് ഏതെല്ലാം മേഖലകളിലാണോ തങ്ങളിഷ്ടപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുള്ളത്, അത് എത്രത്തോളം പരിചരണം നൽകണം എന്നതിനൊക്കെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ, സെമിനാറുകളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചതായിട്ട് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി വാഹനമാണ്. അതായത് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് എങ്ങനെ പൊല്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ട് പ്രകൃതിയെ എത്രത്തോളം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണം എന്നതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു എക്സ്പോയിൽ ഇനിയും ഒരുപാട് പ്രദർശന ഭാഗങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് തോന്നുന്നത് ഒരു മൗണ്ട് തയ്യാറാക്കുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിയറ്റ്നാം എന്ന രാജ്യത്തിൻ്റെ പവലിയനാണത്. നമ്മൾ കണ്ട പവലിയനുകളിലൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായിട്ടുള്ള കരകൗശ ഉൽപ്പന്നങ്ങൾ, അവരുടെ പൈതൃകങ്ങൾ, അത് മറ്റു ജനങ്ങളിലേക്ക് ആ ഒരു സന്ദേശം എത്തിക്കുക എന്നതൊക്കെ ഈ ഒരു പ്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നതാണ് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ രീതിയിലുള്ള അവരുടെ സംസ്കാരങ്ങൾ, അതുപോലെ അവർ പഴയകാല ആളുകൾ ഉപയോഗിച്ച ഓരോ വസ്തുക്കൾ, ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലിയായ വാട്ടർ ബോട്ടിൽ കൊണ്ട് നിർമ്മിച്ചൊരു കരകൗശലമാണ് ഈ കാണുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിച്ച ഒരു പവലിയനാണ് സൗദിയുടേത്. എത്രത്തോളം ഭംഗിയാർന്ന രീതിയിലാണ് സൗദിയ അവരുടെ പവലിയന് തയ്യാറാക്കിയത് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ രാജ്യത്തിൻ്റെ പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന രീതിയിൽ, വളരെ ഭംഗിയാർന്ന രീതിയിൽ തന്നെ ഈ ഒരു പവലിയന് അത് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സന്ദർശകർ നമുക്ക് കാണാൻ സാധിച്ച പവലിയനുകളിൽപ്പെട്ട ഒരു പവലിയനാണ് ഖത്തറും അതുപോലെ തന്നെ സൗദിയുമൊക്കെ. ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരവും പൈതൃകവും അത് വെർച്വൽ മാതൃകയിൽ നമ്മൾ ഈ കാണുന്ന LED-യിൽ വളരെയധികം ഭംഗിയാർന്ന രീതിയിൽ അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രങ്ങളും, ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റേതായിട്ട് ചരിത്രങ്ങളും പൈതൃകങ്ങളുണ്ട്. അത് വളരെയധികം
തന്മയത്വത്തോടു കൂടിയിട്ട് തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളീ കാണുന്ന എത്ര ഭംഗിയാർന്ന രീതിയിലാണ് സൗദിയ അവരുടെ പവലിയനെ തയ്യാറാക്കിയതെന്ന് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ ആ ഒരു ഫ്ലാഗ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആതിഥേയത്വം ഒക്കെ വളരെ സന്ദർശകർക്ക് ഒരു പുതുമ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ നഴ്സറികൾ, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ എത്രത്തോളമാണ് ഇന്ന് ആളുകൾ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വരും തലമുറക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തന്നെ ഒരു കൂടുതൽ പ്രചോദനം നൽകുന്നതുമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓരോ രാജ്യത്തിനും നമ്മൾ അറിയാത്ത പല കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെക്കാളും വ്യത്യസ്തമായ രീതിയിൽ പല രാജ്യങ്ങളും, ഇപ്പോൾ തുർക്കിയുടെയൊക്കെ വളരെയധികം അവരുടെ രാജ്യത്ത് എങ്ങനെയാണോ സൺഫ്ലവർ അത് ഉൽപ്പാദനം, അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഈ കാണുന്ന വെള്ളരി പോലത്തെ ഒരു ഉൽപ്പന്നമാണ്. എന്താണ് ഇത് വ്യക്തമായ രീതിയിൽ നമുക്കിതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനൊക്കെ പഠിക്കാനും അത് പറഞ്ഞു തരാനൊക്കെ ഈ ഒരു സ്റ്റാളുകളിൽ ആളുകളുണ്ട് ഓരോ രാജ്യത്തിൻ്റേത്. അത് അവർ വരുന്ന സന്ദർശകർക്ക് ആ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളും അതിൻ്റെ വിപണന സാധ്യതയും ഒക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് ഇത് വളരെയധികം എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തുർക്കി അവരുടെ ഉപയോഗിക്കുന്ന നമ്മളെ രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, അവർക്ക് വേണ്ട കറണ്ടുകൾ എത്തിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫാമുകൾ, അതൊക്കെ എത്രത്തോളമാണ് ജനങ്ങളിലേക്ക് ആ ഒരു സംസ്കാരം പകർന്ന് നൽകാൻ സാധിക്കുക എന്നതും കൂടെ ഈ ഒരു അഗ്രികൾച്ചറൽ എക്സ്പോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും അവരുടെ സ്റ്റാളുകൾ തയ്യാറാക്കുമ്പോൾ അതിന് വരുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് തന്നെ അത് അവർ സംരക്ഷിച്ച് നിർത്തുന്നുമുണ്ട്. വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അൽബിദയിൽ കണ്ട മറ്റൊരു കാര്യമാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സൈക്കിളുകൾ. വളരെയധികം, അതായത് 200, 300 വർഷം, 400 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ആളുകൾ ഉപയോഗിച്ചിരുന്ന സൈക്കിളുകളാണ് നമ്മൾ ഈ കാണുന്നത്.
അതുപോലെ ഇവിടെ വരുന്ന സന്ദർശകരെ കൂടുതൽ ആകർഷിക്കാൻ ഫുഡ് ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് അൽബിദ പാർക്കിൽ. അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ് ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ കാണുന്നത് ഒരു ടേബിൾ രൂപത്തിലാക്കിയിട്ട് ആകാശത്തിരുന്ന് ക്രെയിനിൽ അത് മുകളിലേക്ക് ഉയർത്തി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. ഈ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.